ദേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പൊ ട്രെയിൻ കയറും. ഞാൻ രാവിലത്തേക്ക് ആവുമ്പത്തിന് അവിടെ എത്തും. ഞാൻ വെക്കട്ടെ. ശരി എന്നാ ഇപ്പൊ ട്രെയിൻ എടുക്കും. ചേട്ടാ, ഇതാണോ എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിൻ? അതൊരു 10 മിനിറ്റ് ഡിലേ ആമോനെ. ഇപ്പൊ എത്തും. പെട്ടല്ലോ കർത്താവേ. 10 മിനിറ്റല്ലേ ഇവിടെ ഇരിക്കാം. ഒരു ചായ കുടിച്ചാലോ? ചേട്ടാ, ഒരു ചായ. ആ അമ്മ, ഞാൻ ദേ ഇപ്പൊ എത്തും. ഇത് ആരുടേതായിരിക്കും? എടുക്കണോ അത്? മറ്റുള്ളവരുടെ കാര്യം വായിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും എടുക്കാം. ചിലപ്പോ കളഞ്ഞു പോയതാണെങ്കിലോ? ഇഷൽ. കൊള്ളാലേ, നല്ല പേര്. വായിച്ചാലോ? ഏതായാലും ബുക്ക് എടുക്കാൻ പറഞ്ഞല്ലേ, ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഇതിപ്പോ കളഞ്ഞു പോയ സ്ഥിതിക്ക് അന്വേഷിച്ച് വരാൻ ആൾക്കാരുണ്ടാവില്ല. ഹേയ് ഡാഡി, ഇന്ന് മുതൽ ഞാൻ നിന്നെ എന്റെ സുഹൃത്തായിട്ട് കാണാൻ പോവാം. കുറെ ആയില്ലേ നമ്മള് കമൽ കണ്ടിട്ട്. എന്നെ കുറിച്ച് പറയാമല്ലേ? എന്റെ പേര് ഇഷൽ ഇബ്രാഹിം. മാളേക്കല്ലേ ഇബ്രാഹിമിന്റെയും ലൈലയുടെയും ഒരു മോള്. ഞാൻ അവർക്ക് രാജകുമാരി ആട്ടോ. പക്ഷെ എന്തോ അവർക്ക് എന്നെ പുറത്തിറക്കുന്നത് തീരെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടാട്ടോ. കാരണം ഒറ്റ മോളല്ലേ. എല്ലാവരും പറയും ഒറ്റ മോൾക്കാർ ഭയങ്കര ജാടയായിരിക്കുന്നു. പക്ഷെ എന്റെ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഒറ്റമോള ഈ ലോകത്ത് ഏറ്റവും വലിയ പാവപ്പെട്ടവര്. കാരണം എന്താണെന്നറിയാവോ? അവർക്ക് എല്ലാവരും അറിയാൻ പറ്റും. അല്ല, നമ്മൾ എങ്ങോട്ടാടാ പറഞ്ഞു പോകുന്നേ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാ. എനിക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിക്കാനാ ഞാൻ വാദോരാതെ സംസാരിക്കും. നമ്മളിപ്പോ അവിടെ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഞാനിത് എഴുതാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഞാൻ വളരെ 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 ഹാപ്പിയാണ്. കാരണം എന്റെ ഇബ്രാഹിം ബാപ്പയുടെ 3ാമത്തെ കട ഇന്ന് ഉദ്ഘാടനമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനിന്ന് അവരെ കൂടെ പോകുന്നുണ്ട്. കുറെ നാൾക്ക് ശേഷമാ ബാപ്പ ഒന്ന് ഹാപ്പി ആയിട്ട് കാണുന്നേ. അപ്പൊ ഇതിന്റെ ഉടമസ്ഥ വളരെ ടോക്കറ്റീവാണ്. അപ്പൊ മനസ്സിലായി. എന്നാലും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് കേസാ. അങ്ങനെ അതും ഇത് കഴിഞ്ഞു. നല്ല രീതിയിലാട്ടോ ഇന്ന് കട ഉദ്ഘാടനം ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി കാണുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഡയറി. ഇന്നെന്റെ ആവശ്യത്തേക്ക് ആൺകുട്ടി പിറന്നു. എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ ആൺകുട്ടിയാ പിറക്കുന്നേ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആ ഡയറി. എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ഇവൾക്ക് ജനിച്ച പോലെയാണ് ഇവിടെ പറയുന്നത്. എന്തായാലും കൊള്ളാം, ഒരു വട്ടി കേസ് തന്നെ. ഡയറി, സോറി കേട്ടോ ഇത്ര ദിവസം നിന്നെ മറന്നീനെ. ഇന്ന് ഞാൻ ഭയങ്കര സങ്കടത്തില. കാരണം എന്താണെന്നറിയാവോ? വാപ്പയും ഉമ്മയും ജോലിക്കായിട്ട് എങ്ങോട്ടോ പോയി. ഞാൻ ഒറ്റ കയ്യിലേ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അതാട്ടാ ഞാൻ എഴുതിയേ. ഡയറി, ഇന്ന് എനിക്ക് കുറച്ചധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് പെരുന്നാളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വന്നു. മാമ, മാമി, ഉമ്മ, ഉപ്പ, വെല്ലുപ്പ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ. പാപ്പിന്റെ ഫാമിലി ഫുള്ള് ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് ഹാപ്പി ആണെന്നറിയാവോ? ഇന്ന് കുറേ നേരത്തേക്ക് എന്റെ വീട്ടിൽ ഭയങ്കര ഒച്ചയുമ്പോളായിരുന്നു. ഐ റിയലി ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ ഇത് പറയാമെന്ന്. ഫുൾ പോസിറ്റീവാ. ഡയറി, ഇന്നൊരു അത്ഭുതം ഉണ്ടായിരുന്നു. പാപ്പയോട് ഇതുവരെ സംസാരിക്കാതിരുന്ന പാപ്പിന്റെ അനിയനുണ്ടല്ലോ, അതായത് എന്റെ കൊച്ചാപ്പ. അദ്ദേഹം വന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷായി. പാപ്പി ഹാപ്പി ആയിരുന്നു കേട്ടോ. പച്ചമോളാണ്. കൊള്ളാം. എന്റെ ആവശ്യത്തെ എന്നോട് പിണങ്ങി കേട്ടോ. അവളോട് ഞാൻ പറഞ്ഞതാ ഞാൻ വരണില്ലാന്ന്. പക്ഷെ എനിക്ക് വയ്യാത്തോടല്ലേ പോവാതിരുന്നേ. എന്നോട് വേണ്ടിയിട്ട് 2 മണിക്കൂറായി. അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോ എനിക്ക് മെസ്സേജ് അയക്കുന്നതാ. ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല. നാളെ അവളോട് പോയി സംസാരിക്കണം. സോറി ഡയറി, എനിക്ക് കുറെ നാട്ടിനോട് സംസാരിക്കാൻ പറ്റിയില്ല. എന്തോ എല്ലാം അങ്ങോട്ട് ശോകമായ പോലെ ഫീൽ ചെയ്യുന്നു. വാപ്പയും ഇപ്പൊ പണ്ടത്തെ പോലെ വലിയ സംസാരമൊന്നുമില്ല. മുമ്പ് എൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു, എന്നോട് സംസാരിക്കുമായിരുന്നു, എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോ കാണില്ല, രാത്രി കിടക്കുമ്പോൾ കാണില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഡയറി. ഞാൻ ഇത് ആരോട് പറയാനാ? എനിക്ക് ഈ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് മടുത്തു. എനിക്ക് വിഷമം വന്നിട്ടോ ഡയറി. അയ്യോ, ഇത്ര നേരം ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? എനിക്കറിയില്ല ഡയറി. കുറച്ചു ദിവസമായിട്ട് പാപ്പയുടെ സ്വഭാവം തീരെ ശരിയാവാത്ത പോലെ. എപ്പോഴും എന്നെ വഴക്ക് പറയാ. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടെ എന്നെ വഴക്ക് പറയാ. തല്ലാനൊക്കെ വരുക. ഉമ്മയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. അവെല്ലാം സഹിച്ചൊരു കൊടുത്ത് മാറിയിരിക്കുക. എന്തിനാ പാപ്പ ഇങ്ങനെ മാറുന്നേ? എനിക്കറിയില്ല. പെട്ടെന്ന് ഇപ്പൊ എന്താ സംഭവിച്ചേ? നോക്കട്ടെ, വേഗം വായിക്കാം. ഡയറി,
എനിക്കെന്നാ വളരെ വിഷമം വരെ ദിവസാ. ഉമ്മയും പാപ്പയും ഇപ്പൊ എല്ലാ ദിവസവും തലപിടിക്കുക. എനിക്കൊരു മനസ്സമാധാനമുള്ള ഡയറി. പഠിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ആരോട് സംസാരിക്കാൻ പാപ്പ വിടുന്നില്ല എന്നെ പുറത്തേക്ക്. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? എനിക്കറിയില്ല. എനിക്കിഷ്ടല്ല ഡയറി. ഈ പണക്കാരൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. എല്ലാം ഈ പണം കാരണം സംഭവിക്കുന്നത്. മനുഷ്യരിൽ വേർതിരിവൊക്കെ വരുത്തി പണം കാരണം. എനിക്കിതൊന്നും വേണ്ട ഡയറി. എനിക്കെന്റെ പഴയ ലൈഫ് തിരിച്ചു വേണം ഡയറി. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നെ ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷിച്ചാ മതി പ്ലീസ് ഡയറി. എനിക്കറിയില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ളിൽ കിടന്ന് നീറുക. എന്നിട്ട് എനിക്ക് പുറത്ത് ചിരിച്ചേ പറ്റൂ. കാരണം എന്റെ ഉമ്മിനെ എനിക്ക് വിഷമിപ്പിക്കരുത്. എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതെനിക്ക് നേരിട്ടേ പറ്റൂ. പക്ഷെ ഒറ്റക്ക് പറ്റുന്നില്ല ഡയറി. എനിക്ക് പറ്റണില്ല. കർത്താവിത് തീർന്നല്ലോ. ടെൻഷനായല്ലോ. ഇവളെങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കുക? ഒരു ക്ലൂ എവിടുന്നേലും ഒപ്പിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പേര് മാത്രം അറിയാം. ഇതെന്താ ഇത്? Yes, I got it. ഡാ പുല്ല് ഇറങ്ങി വാ. ഇപ്പൊ ട്രെയിൻ എടുക്കും. രവി, നിനക്ക് എന്താ കിട്ടിയേ? അയ്യോ, സ്റ്റേഷൻ എത്തിയോ? നീ നിന്നെ വിളിക്കാൻ വൈകിയേ? ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ അവിടുന്ന് വിളിക്കുവാ. നീ ബുക്കിൽ കമം നടക്കുന്നപ്പോ എനിക്ക് തോന്നി വായിക്കണേരിക്കും. അല്ല, നിനക്ക് എന്താ കിട്ടിയേ? ഇറങ്ങി വാ നീ ആദ്യം. അതെ, ഇറങ്ങുന്നു. നീ എന്താ വാർഡ്രോബ് ഫുള്ള് ഇങ്ങോട്ട് കൊണ്ടുവന്നു? എന്റെ റൂമിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ അവിടെ ഇരുന്നോളൂ. നീ വാ. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ അവളെങ്ങനെ കണ്ടുപിടിക്കും? പപ്പയോട് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ പുള്ളിയുടെ മുമ്പിൽ ഞാൻ കോഴിയാ. തറവാവണ്ട. കർത്താവേ, ഒരു വഴി കാണിച്ചെന്നെ. എന്താണ് മോനെ ഡേവി? കർത്താവിനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. നന്നാവാൻ ശ്രമിച്ചോ? അത് ജന്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ നന്നായിട്ട് വേണമല്ലോ ഭൂമി നന്നാവാൻ. ഞാൻ വേറൊരു കാര്യം ആലോചിക്കാനായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് വന്നടാ ഞാൻ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത്. വെള്ള പിണിഞ്ഞ കേസായിരിക്കും അല്ലേ? ആണ്, പക്ഷേ ഇത് വേറെയാ. നീ ഉദ്ദേശിക്കുന്നതല്ല. ഇനി ഉദ്ദേശിക്കില്ലെങ്കിൽ നമുക്ക് പിന്നെ ആവും. മുമ്പ് കിടന്നുറങ്ങി. നാളെ നമുക്ക് കോളേജിൽ പോകണ്ടയാവും. ഓക്കെ മുത്തേ, നീ പറയണ പോലെ. ഇട്ടാ വീട്ടിൽ നിനക്ക് എന്താ വയ്യേ? ചെറുക്കനെ കൊണ്ട്. രവി, ഇനി ഇതാണ് നിന്റെ ഇവിടുത്തെ കോളേജ്. ഇവിടെ എനിക്കൊരു നിലയും വിലയുണ്ട്. നീയായിട്ട് ഇത് കളയരുത്, മനസ്സിലായോ? എന്റെ ഇത് അപേക്ഷയായിട്ട് കണക്കൂട്ടണം. വലുതായിട്ടൊന്നും എനിക്ക് ഉറപ്പറിയാൻ പറ്റില്ല. എന്നെ കയറി ചെറിയാവാ, ഞാൻ കയറി അങ്ങോട്ട് മാറ്റും. നിനക്ക് എന്നെ അറിയാലോ. ഇടിക്കേസ് ആണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് നിൽക്കാം. ഞാൻ ഉദ്ദേശിച്ച നിന്റെ കോഴിത്തരം അതൊന്നും അടക്കി വെക്കണം എന്നാ. പറയടാ, സത്യം പറ. നീ നിസാക്ക് തന്നെയാണോ? നീ എപ്പോഴാണ് ഇങ്ങനെ നന്നായേ? ഇതെന്റെ ഇസാക്കല്ല, ഉറപ്പായിട്ടുമല്ല. ഞാൻ പോവാ. ഞാൻ ഇസാക്ക് തന്നെയാ. ഇവിടെ ആ സ്റ്റെല്ല ഉള്ളത്. നിന്റെ വില കളയാതിരുന്നാൽ മതി. അവളെ മുമ്പിൽ ഞാൻ വളരെ ഡീസന്റാ. ഓ അപ്പല്ല, അങ്ങനെയാണ് കാര്യങ്ങൾ. ഓ, പെണ്ണ് കിട്ടിയപ്പോ നിങ്ങളൊക്കെ നന്നായില്ലേ? ശോ, എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണേ കർത്താവേ. നീ ഇതൊക്കെ കാണുന്നില്ലേ? കർത്താവെല്ലാം കാണുന്നുണ്ട് മകനെ. ഓ മൈ ഡിയർ നാത്തു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നീയാ പുതുതായിട്ട് വന്നത്. ക്ലാസ്സിൽ കയറാം. ഇപ്പൊ തുടങ്ങും. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് മാത്രമല്ല ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. നമ്മ പുതിയ ആൾക്കാര്. അല്ല, നീ ഇവിടെ കോളേജൊക്കെ ചുറ്റിക്കണ്ടായിരുന്നോ? ഇസാച്ചായ കാണിച്ചു കൊടുത്തില്ലേ? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ സ്റ്റെല്ല. അത് അവൻ തന്നെ കണ്ടോളൂ അല്ലേടാ? ശരിക്കൊന്ന് നടന്ന് കാണാനുള്ളതുണ്ടെന്ന് തോന്നണല്ലേ? ഉണ്ട്. കൂടെ ഞാനും വരാം. നടക്കിപ്പോ, ക്ലാസ്സിൽ കയറാം. ഡേവി ഇവിടെ അങ്ങോട്ട് സൂക്ഷിച്ച് നടക്കട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് നല്ല രീതിക്ക് വഴുതി കിടക്കുക. ഇതൊക്കെ എന്ത് വഴക്കലാ? വേണേ ഞാൻ ഇവിടെ ഡാൻസ് എല്ലാം കളിക്കണം. കാണോ നിനക്ക്? കാണോ? ഡേവി, ഞങ്ങള് വരാൻ നിക്ക്. പയ്യെ പോ. നിങ്ങൾ പയ്യെ സൊല്ലിട്ടൊക്കെ വാ. ഞാൻ പോയിക്കോളൂ ഒറ്റക്ക്. സ്റ്റെല്ല,
നമുക്ക് പയ്യെ പോവാം. അവൻ പോയിക്കോട്ടെ, എൻജോയ് ആക്കട്ടെ അവൻ. അവന്റെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? ഇവനെ കൊണ്ട് തോറ്റു. വാ. കുറെ അധികം മണികൾ ഉണ്ടല്ലോ ഇവിടെ. സോറി, ഇയാൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഇയാൾക്കെന്തെങ്കിലും? ഇല്ല, ഇറ്റ്സ് ഓക്കെ. ഞാൻ ക്ലാസ് തുടങ്ങാൻ നേരമായി, അതുകൊണ്ട് പോവായിരുന്നു. ഇയാള് പുതിയതാണെന്ന് തോന്നുന്നു. ഏതാ ക്ലാസ്? ക്ലാസ് ബികോം തേർഡ് ഇയർ. തേർഡ് ഇയർ ആണോ? അപ്പൊ എന്റെ ക്ലാസ് ആണല്ലോ. വാ, വേഗം പോവാ, ഇപ്പൊ ക്ലാസ് തുടങ്ങും. ആ, തന്റെ പേരെന്താ? ഇഷൽ. ഇഷൽ ഇബ്രാഹിം. ഞാൻ വേഗം വാ. ദേവി, എല്ലാരും പരിചയപ്പെട്ടില്ലേ? പുള്ളി ഇങ്ങോട്ട് നോക്കി മതി നോക്കി വെള്ളം ഇറക്കിയത്. അവളങ്ങനെ പെട്ടെന്ന് വളയുന്ന ടൈപ്പ് ഒന്നുമല്ല. അയി ഞാൻ പളക്കാനാണോ നോക്കിയതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ച് ഇവളുടെ കാര്യത്തില്. ഷീസ് ഡിഫറെന്റ്. എന്തോന്ന്? അത് നിനക്ക് മുമ്പുള്ള അറിയാമായിരുന്നു. കോട്ടയത്ത് നിന്ന് തിരിക്കുന്നവരെ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ആ വഴിക്ക് എനിക്ക് മനസ്സിലായി. നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇനി പറ, നിങ്ങൾക്ക് എത്ര നാളായിട്ട് ഇഷലിനെ അറിയാം? എനിക്ക് 2 വർഷമായിട്ടേ അറിയുള്ളൂ. ഞാനിവിടെ ബികോമിന് പഠിക്കാൻ വന്നപ്പോ കണ്ട പരിചയമാ. ബട്ട് സ്റ്റെല്ലക്ക് അവളെ നേരത്തെ അറിയാം. അവളുടെ കൂടെയാ +1 +2 പഠിച്ചത്. അപ്പൊ സ്റ്റെല്ലക്ക് അറിയാൻ പറ്റും. നിന്റെ ഈ സ്വഭാവത്തിന് ചേർന്നതല്ല. നീ അവളെ വളർത്താൻ എത്ര കൊണ്ട് ശ്രമിച്ചാലും അത് നടക്കില്ല. മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. ഷീസ് ഗുഡ് ആൻഡ് പെർഫെക്റ്റ്. ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. എത്ര പുറകെ ഉണ്ടെന്നറിയാവോ അവൾക്ക് ഈ കോളേജിൽ. നീ പറയുന്നേക്ക്, നിനക്ക് പറ്റിയതല്ല അവള്. അയ്യ, ഞാൻ പറഞ്ഞോളാം ഞാൻ വളക്കാൻ പോവാണെന്ന്. ഒരിക്കലുമില്ല. ഐ എം ജസ്റ്റ് ഗോണ ഹീൽ ഹെർ. നിനക്ക് ഒന്നും കാണാൻ പറ്റാത്ത മറ്റൊരു മോഹം അവൾക്കുണ്ട്. അതെനിക്ക് മാത്രമേ അറിയൂ. ഓൺലി മീ. ഓ സീരിയസ്ലി? വെറുതെ അല്ല നിനക്ക് അവരെ ടീസ് ചെയ്യുന്നത്. നീ എന്താ ഡെവി കാണിച്ചു വെച്ചേക്കുന്നത്? ഇത്രയും പേര് ഒരുമിച്ചിട്ട് അടിക്കാൻ പാടുള്ളൂ, അത് ഇത്രയും തടിമാരന്മാരെ. ഓ മൈ ഗോഡ്. അതിനൊക്കെ അവന്മാരെ എന്റെ കൈന്റെ ഒരു പകുതിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോസി. ഇടിക്കാനൊക്കെ അതത്ര ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു ദിവസം ഫുള്ള് അവന് ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. അന്ന് ഡെസ്റ്റിനി ചാന്റെ ഏതോ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോഴാ വിട്ടത്. ഡെസ്റ്റിനി അപ്പനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇരിക്കില്ലായിരുന്നു അല്ലേ ഡെവി? പണിയാണ് തേടി 40. അല്ലെങ്കിൽ റോസി, നീ ഒന്ന് ആലോചിക്കേ, ഈ പോലീസ് സ്റ്റേഷനൊക്കെ ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇതൊക്കെ ലൈഫിൽ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഈസാക്കിന്റെ പോലെ മാറി നിൽക്കുമല്ലേ അല്ലേ ഈസാക്കി? അവിടെ എനിക്കിട്ട് ഉണ്ടാക്കുവാണല്ലേടാ. ശരിക്കും ഡെവി വന്നോണ്ടാ ക്ലാസ് ഫുൾ ഒരു ഓളം കിട്ടിയത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ ഒരു സാമ്പിളുകളല്ലേ രമ്യ? ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ സാധനങ്ങള്. അതെ അതെ, ഇവന്റെ കളികൾ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അതെ, 4 ഏട്ടായിമാരുടെ ഏട്ടത്തിയുടെ പൊന്നാരനിയന. അതിനുള്ള എല്ലാ കുന്തളിപ്പും അവന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനൊന്നും ഡേവിഡിനെ കണ്ടാ പറയില്ലല്ലോ. എനിക്കൊന്നും തോന്നുന്നില്ല. ഹീസ് ഗുഡ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും റോസമ്മോ, അവള് കേക്കട്ടെ. ഈ എന്നെ പോലെ നിഷ്കളങ്കമായ നല്ല ലോല ഹൃദയനായ ആരെയും നിങ്ങൾക്ക് കണ്ടാ കിട്ടില്ല. ശരിക്കും ഒന്ന് അറിഞ്ഞാ കിട്ടുമായിരിക്കും. എന്നാ നീ പോയി അങ്ങോട്ട് തരേ നല്ല പിന്നെ. റോസ്, എന്ത് ഭംഗിയാണ് ഡേവിഡിനെ കാണാൻ. നല്ല സ്വഭാവം. ഹിസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ അട്രാക്റ്റീവ്. എനിക്ക് എന്തോ വല്ലാണ്ട് ഇഷ്ടം തോന്നുന്നു. അധികം ഒന്നും വ്യാമോഹിക്കണ്ട. ഇവന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവൾ എന്താ ലക്കി ആളെ. സോ ക്യൂട്ട്. 꽃이 피나 봐요. 이 겨울도 끝이 나요. 보고 싶다, 보고
ഇതാരാ ഇത്ര നേരത്തെ ക്ലാസ്സിലൊക്കെ വരാനായിട്ട്? 보고 싶다 조금만 기다리면 그칠 밤만 더 새우 പുല്ല്. ഓ സോറി യു കണ്ടിന്യൂ. അത് സാരില്ല, ഞാൻ ചുമ്മാ ബോറടിച്ചപ്പോ. അതല്ല ഞാൻ പറഞ്ഞത്, നല്ല നൈസ് ആയിട്ടുണ്ടായിരുന്നു സോങ്. ഞാൻ വിചാരിച്ചു മിണ്ടാതിരുന്ന് കേൾക്കാന്ന്, പക്ഷെ ആ ഫോൺ ചതിച്ചു. ആരാന്നാവോ? അല്ല, അതിന് നിങ്ങള് ബോയ്സ് ഇങ്ങനത്തെ പാട്ടൊക്കെ കേക്കോ? അതിനിപ്പോ എന്താ കേട്ടാല്? പാട്ട് ആസ്വദിക്കാനുള്ളതല്ലേ. എന്താ പാട്ട് എടുത്തോന്നു കൊറിയൻ ആണെന്ന്. Isn't it? ആ, കൊറിയനാ. ബീച്ചേഴ്സ് അറിയാമോ? ബീച്ചേഴ്സിലെ സോങ്ങാ സ്പ്രിംഗ് ഡേ. ഓ അപ്പൊ ആർമിയാണല്ലേ. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ. താൻ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? എല്ലാം ഒന്നും കേൾക്കാറില്ല, 2-3 സോങ്. അത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോ സ്പോട്ടിഫൈ ഫ്രീ ആയിട്ട് തരുന്നതാ. നല്ലതാ, എനിക്ക് ഇഷ്ടമാ. ഞാൻ ആദ്യമായിട്ടാ ആർമി ഇല്ലാത്ത പോയിന്റ് നിന്നിട്ട് ബീച്ചേഴ്സിന്റെ സോങ് കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത്. ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ ഉള്ളത്? അവരെ പാട്ട് അടിപൊളിയല്ലേ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവര് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാ മ്യൂസിക് ചെയ്യുന്നത്. സോ ആ ഹാർഡ് വർക്കിന് നമ്മൾ റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. ഞാൻ വീണ്ടും പറയാം, ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ ഇതുപോലുള്ളൊരു ടോക്ക് ബീറ്റേഴ്സിനെ കുറിച്ച്. അതൊരു ബോയ്. ചില സമയത്ത് അവരുടെ സോങ് ഭയങ്കര ഹീലിംഗാ. എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല ഡെവി. ഞാനും ആദ്യമായിട്ടാ താൻ ഇത്രയും സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും നാളെ ഇവിടെ വന്നിട്ട്, പക്ഷെ താനിങ്ങനെ ഇത്രയും സംസാരിക്കാൻ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന ആളാ. പിന്നെ ഇഷ്ടപ്പെട്ട ടോപ്പിക് കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഓവറായെന്ന് തോന്നുന്നില്ലേ? ഇല്ല, ഇത് പെർഫെക്റ്റാ. ഇത്രയും പോയാ മതി. പിന്നെന്താ, എനിക്ക് തന്നോട് ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല. ഞാൻ ഇതുവരെ സംസാരിക്കാത്തോണ്ടേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സാരില്ല, അതൊക്കെ ഫസ്റ്റ് ടൈം തോന്നുന്നതാ. നമ്മ പിന്നെ ഇപ്പോ ഒരു BTS ബന്ധവും കൂടി ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓണസ്റ്റ്ലി പറയാ, ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് തന്നോട് മാത്രം. അതെന്താ അങ്ങനെ? താൻ ആരോടും സംസാരിക്കാറില്ല? സംസാരിക്കും, പക്ഷെ വല്ലപ്പോഴും മാത്രം. തന്നോടൊന്നാന്ന് എനിക്ക് അറിയില്ല. എന്നാ പിന്നെ താൻ ആ പാട്ടൊന്ന് കംപ്ലീറ്റ് ആക്ക്. അയ്യോ, അതങ്ങനെ പാടാൻ പറ്റില്ല. ആ ഫ്ലോ അങ്ങോട്ട് പോയി. ഒന്നും പറഞ്ഞാ പറ്റില്ല, പാട്ട് പാടണം. ആര് പാടുന്ന കാര്യമാ ഡെവി പറയുന്നേ? ആ വന്ന എല്ലാം കൂടി എന്നോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ബെല്ലടിക്കാൻ നേരത്താണോ കയറി വരുന്നേ? നിങ്ങൾ എല്ലാവരും ശരിക്കും മണ്ടന്മാരല്ലേ? നിങ്ങക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു ഗായികയുള്ള കാര്യം? ഞാൻ വേണം എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ. ഹോ എന്റെ ഈശോയെ, ഗായികയോ? നീ എന്താ പറഞ്ഞ ദേവി? ഒന്ന് തെളിച്ചു പറ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, പാട്ട് പാടുന്ന കുട്ടി. അറിയില്ല? ദേ ഇരിക്കണീശ്വൽ എന്നതായിട്ടാ പാട്ട് പാടുന്നേ? നിങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ? ശരിയാ, ഞാൻ കേട്ടിരുന്നു നീ പാടുന്നു. ഇഷു സത്യം പറ, നീ പാടൂ? അങ്ങനൊന്നുമില്ല, ഞാൻ ചുമ്മാ മൂളുന്നല്ലാതെ. സീരിയസ്ലി? എന്നാ പിന്നെ നീ പാട് ഒരു പാട്ട്, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താ ഇഷു, പ്ലീസ് പാട്. மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன். ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன். என்னை மறந்து விட்டேன். இந்த உலகத்தில் நான் இல்லை நான் இல்லை, உன்னை இழந்து விட்டால் எந்த மலரிலும் தேனில்லை தேனில்லை. இது கனவா இல்லை நனவா? என்னை கிள்ளி உண்மை தெளிந்தேன். உன்னை பார்த்தெந்தன் தாய்மொழி மறந்தேன். கண்ணாள